ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇഡി കേസ് പ്രതികൾ ഓണം ആഘോഷിച്ചത് പോലീസിന്റെ അറിവോടെ. സ്റ്റേഷൻ ചുമതല വഹിക്കുന്ന CI R പ്രശാന്തിന്റെ അറിവോടെയാണ് പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തത് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. പോലീസിന്റെ ഇടത് സംഘടനാ നേതാവാണ് R പ്രശാന്ത്. പോലീസുകാർക്കുള്ള വസ്ത്രങ്ങൾ വാങ്ങിയപ്പോൾ IP ബിനുവിനും വാങ്ങിയെന്നും സൂചന. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DGP തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് നിർദ്ദേശിച്ചു. രാഹിസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രാഹിസിലേക്ക് പോകാം. രാഹിസ്, ഗുഡ് മോർണിംഗ്. ഇഡി കേസിലെ പ്രതികളാണെങ്കിലും IP ബിനും ഒക്കെ ഈ തലസ്ഥാനത്ത് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായ ആളുകളാണ്. ഇടത് സംഘടനാ നേതാവായ പോലീസ് ഉദ്യോഗസ്ഥന്റെ അറിവോട് കൂടിയാണെന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഈ ഓണാഘോഷം ചെണ്ടുകൊട്ടിയും ഊഞ്ഞാലാടിയും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ പോലീസിനതൊരു അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ടോ? മധു, IP ബിനു അടക്കമുള്ള ED കേസിലെ പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DGPക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലാണ് ഈ സ്റ്റേഷന്റെ ചുമതലയുണ്ടായിരുന്ന CI R പ്രശാന്തിന്റെ കൂടി അറിവോട് കൂടിയാണ് IP ബിനു അടക്കമുള്ള പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തത് എന്ന് പറയുന്നത്. ഒപ്പം പോലീസുകാർക്ക് ഇന്നലെ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. ആ ഡ്രസ് കോഡ് തന്നെയായിരുന്നു IP ബിനു അണിഞ്ഞിരുന്നത്. പോലീസുകാർക്ക് ഡ്രസ്സ് എടുത്തപ്പോൾ അതിനൊപ്പം IP ബിനുവിനും കൂടി ഡ്രസ്സ് എടുത്തു എന്ന സംശയമാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുള്ളത്. അതൊരു കോൺസ്റ്റബിൾ ആ ഡ്രസ്സ് IP ബിനുവിന് കൈമാറുകയായിരുന്നു എന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ DGP രവണ ചന്ദ്രശേഖരൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നീലക്കുപ്പായമാണോ ഡ്രസ് കോഡ്? IP ബിനു ഊഞ്ഞാലാടുകയും ചെണ്ടകൊട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഇട്ടിരിക്കുന്ന ഈ നീലക്കുപ്പായമാണോ ഡ്രസ് കോഡ്, രാഹിസ്? മാധു, അത് തന്നെയാണ് പോലീസുകാർ ധരിച്ചിരുന്നത്. IP ബിനു നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന നീല ഷർട്ടായിരുന്നു ധരിച്ചിരുന്നത്. അത് അവർക്ക് വാങ്ങിയപ്പോൾ ഒപ്പം വാങ്ങിയെന്നാണ് പറയുന്നത്. ഇതിൽ IP ബിനു അടക്കമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വാദം മറ്റൊന്നാണ്. അതായത് ഞാൻ ഈ നിൽക്കുന്നതാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിസരം. IP ബിനു ഒക്കെ ഇന്നലെ ഓണം ആഘോഷിച്ച അത്തപ്പൂക്കളം ഇട്ട ആ പൂക്കളമാണിത്. ഇത് അതേപടി കിടപ്പുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഓണനിലാവ് 2K26 എന്ന ഫ്ലെക്സ് ബോർഡും അവിടെ കാണാം. അതിന് തൊട്ട് ബാക്കിലാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ മുറ്റം എന്ന് പറയുന്നത് റോഡായിട്ടാണ് വരിക. അല്ലാതെ കോമ്പൗണ്ടിന്റെ മതിലിനകത്തല്ല ഈ ഓണാഘോഷവും മറ്റും നടന്നത്. IP ബിനു ഊഞ്ഞാൽ ആടിയത് ഈ മരത്തിൽ ഈ ശിഖരത്തിലായിരുന്നു ഊഞ്ഞാൽ കെട്ടിയിരുന്നത്. ഇവിടെയാണ് ഊഞ്ഞാലാടിയിരുന്നത്. അവർ പറയുന്ന വാദം എല്ലാ ശനിയാഴ്ചയും ED കേസ് പ്രതികൾക്ക് ഒപ്പിടാൻ വേണ്ടി വരണം. ഇന്നലെ ഒപ്പിടാൻ വേണ്ടി വന്ന സമയത്താണ് ഇവിടെ ഓണാഘോഷം നടക്കുന്നത് കണ്ടത്. സ്വാഭാവികമായും പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിന് പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. റോഡാണ്. ഈ റോഡിലാണ് അത്തപ്പൂക്കളം ഇട്ടിരിക്കുന്നത്. ഈ മരം നിൽക്കുന്നത്, ഊഞ്ഞാല് കെട്ടിയ മരം നിൽക്കുന്നതും റോഡാണ്. ഇതിന്റെ ഇടതുവശത്ത് മ്യൂസിയമാണ്, വലതുവശത്ത് മ്യൂസിയമാണ്, ഇടതുവശത്ത് കനകക്കുന്നാണ്. ഇതിലെ പോകുന്ന ആളുകൾക്കെല്ലാം ഈ ഓണാഘോഷത്തിൽ വേണമെങ്കിൽ പങ്കെടുക്കാം. ഏതാണ്ട് 20ഓളം പ്രതികളുണ്ട്. 1 മണിക്കൂറാകും എല്ലാവരും ഒപ്പിട്ട് കഴിയാൻ. ആ സമയത്ത് മറ്റൊരാൾ ഒപ്പിടാൻ പോകുന്ന സമയത്ത് പുറത്ത് നിന്നപ്പോൾ ഇവിടെ ഊഞ്ഞാലാടി, ഒപ്പം അത്തപ്പൂക്കളത്തിൻ്റെ മുമ്പിൽ നിന്ന് പൂക്കളിട്ടു എന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ചെണ്ടക്കാരൻ വന്നിരുന്നു, പരിചയമുള്ള ചെണ്ടക്കാരനാണ്. അവനോട് ചെണ്ട വാങ്ങി കൊട്ടി. അതല്ലാതെ പോലീസ് സ്റ്റേഷൻ അകത്ത് നടന്ന ഒരു പരിപാടിയുടെ ഭാഗമേ ആയിട്ടില്ല എന്നതാണ് IP ബിനുവും ആറ്റുകാൽ ഉണ്ണിയും അടക്കമുള്ള CPIMന്റെ ഇവിടുത്തെ നേതാക്കൾ പറയുന്നത്. യെസ്, രാഹിസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പറയുമ്പോൾ അത് കുറച്ചുകൂടി യുക്തിഭദ്രമായ ഒരു വിശദീകരണവും കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ കുട്ടികളൊക്കെ ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഊഞ്ഞാലാടാൻ തോന്നി. ഊഞ്ഞാലാടി ചെണ്ടക്കാരൻ പരിചയമുള്ളവരാണ്, വാങ്ങി 2 കൊട്ടി എന്നതാണ്. പക്ഷെ അതിന് താകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡ്രസ് കോഡ് പോലീസുകാർ വാങ്ങി നൽകിയതാണോ എന്നതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി ഉണ്ട് പോലീസുകാർക്ക് മുന്നിൽ എന്നത് പറയുന്നുണ്ട്. എന്തായാലും അന്വേഷിക്കാനാണ് പോലീസുകാർ തീരുമാനിച്ചിരിക്കുന്നത്.
ഇപ്പോൾ അവിടെ ഒപ്പിടാൻ വരുന്ന ജാമ്യത്തിലുള്ള പ്രതികൾക്ക് പോലീസ് കോമ്പൗണ്ടിന് പുറത്തുള്ള ഓണാഘോഷത്തിൽ ഭാഗമാകുന്നതിൽ കുറ്റമൊന്നുമില്ല. അങ്ങനെ കുറ്റം കണ്ടുപിടിക്കാനും കഴിയില്ല. പക്ഷെ അത് പോലീസിന്റെ കൂടി അറിവോടും സമ്മതത്തോടും പോലീസിന്റെ അനുഗ്രഹാശിസ്സുകളോടും കൂടിയാണോ എന്നതാണ് ഇപ്പോൾ അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്.